അറ്റൻഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ പോസിറ്റീവായിട്ട് അറ്റൻഷൻ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് അറ്റൻഷനെ സീക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് അറ്റൻഷൻ സീക്കിങ്, ദ നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് അറ്റൻഷൻ സീക്കിങ്. അപ്പോൾ ഈ നെഗറ്റീവ് അറ്റൻഷൻ സീക്കിങ്ങിലാണ് നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ അവരെ ബുള്ളി ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക, അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു വില്ലൻ റോളിലോട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്, അത് കൈൻഡ് ഓഫ് അറ്റൻഷൻ സീക്കിങ് ആണ്. സൗണ്ട് ഉണ്ടാക്കുക, എല്ലാം സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിൽ വീഴുന്നൊരു കാര്യമാണ് ഇമോഷണലി നമ്മളെപ്പോഴും വൾണറബിൾ ആണെന്ന് പുറത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്ന കുറേ പ്രകടനങ്ങൾ. അതും ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ് കൈൻഡ് ഓഫ് അറ്റൻഷൻ സീക്കിങ് ആണ്. അതായത് പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ എപ്പോഴും മരിച്ച ആൾക്കാരെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. അതായത് അത് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അതിനോട് എംപത്തറ്റിക്കായിട്ട് സിമ്പതിയുമായിട്ട് വരും അല്ലേ? അപ്പം അതുപോലെ എപ്പോഴും നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇതൊക്കെ കൈൻഡ് ഓഫ് അതൊരു മെൻ്റൽ ഹെൽത്ത് മേഖലയിലോട്ടും കൂടി കടന്നു വരുന്ന കൈൻഡ് ഓഫ് നെഗറ്റീവ് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അപ്പോൾ എപ്പോഴും വിഷമങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുക, അതും ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ നെഗറ്റീവ് അറ്റൻഷൻ സീക്കിംഗ് ടെക്നിക്ക്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആശ്വസിപ്പിക്കാൻ വരുന്ന ആൾക്കാരുടെ അറ്റൻഷൻ, ഞാൻ അങ്ങനെ വിഷമം അനുഭവിക്കുന്നു, ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളോട് ഗോ ത്രൂ ചെയ്യുന്നു. എന്നാലോ ഇത്തരക്കാരൊരു ശരിക്കുമുള്ളൊരു പ്രൊഫഷണൽ കൗൺസിലിംഗ് സർവീസസ് സ്വീകരിക്കാറുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വശം. അവർ ആ വിഷമങ്ങളിങ്ങനെ പറയുന്നു, ആൾക്കാർ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, ഫ്രണ്ട്സ് ആശ്വസിപ്പിക്കുന്നു, അതിലങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ള ഒരു രീതിയാണ് അവർ കൂടുതൽ സ്വീകരിച്ചു പോരുന്നത്. അവരോട് നമ്മൾ പ്രൊഫഷണൽ റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറയുമ്പം അവർ പറയാറുണ്ട്, അതിനും അവർക്കൊരു പ്രയാസം പോലെ ആയിരിക്കും, അവർക്കൊരു മെൻ്റൽ ബ്ലോക്ക് വന്നതുപോലെ. കാരണം അത് ചെയ്യുക വഴി ഞാനെങ്ങാനും ക്യൂറായാൽ പിന്നെ എനിക്ക് കിട്ടേണ്ട അറ്റൻഷൻ, അതായത് അവർക്ക് പോസിറ്റീവ് അറ്റൻഷൻ സീക്കിങ് ഇങ്ങനെയാണെന്ന് അറിയാത്ത ഒരു തലത്തിലോട്ട് അവർ മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മൾ ഏത് കൈൻഡ് ഓഫ് അറ്റൻഷൻ സീക്കിങ് ആണ് കൂടുതൽ നേടാൻ ആഗ്രഹിക്കുന്നത്, വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളത്.